ചർച്ച ചെയ്യുമ്പോ വല്ലാത്ത ആവേശം, ഖുർആൻ കേൾക്കുമ്പോ വല്ലാത്ത മോഹം, വീട്ടിലേക്ക് പോകുമ്പോ 1-2 ദിവസം ഈ ചർച്ച ചെയ്തതിനെ കുറിച്ച് നമുക്കൊരു ആവേശവും ഒരാഗ്രഹവും ഒരു സ്മരണയും ഉണ്ടാകും. 2-3 ദിവസം കഴിഞ്ഞ് ദുനിയാവുമായുള്ള ബന്ധങ്ങൾ നമ്മളെ മൂടിക്കളയുമ്പോ ഫനസീനാ കസീറാ, നമ്മൾ കേട്ടതെല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പക്ഷേ ഉലമാക്കളോ, ഖുർആനിന്റെ സാരഥികളോ, ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഉലമാക്കൾക്ക് എത്ര കേട്ടാലും വയറ് നിറയുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ്, ആരെല്ലാം ഈ പരിശുദ്ധ ഖുർആനിനെ എതിർത്താലും ഇത് പഴഞ്ചനാവുകയില്ല, പഴമയുള്ളതാവുകയില്ല. ഈ ഖുർആനിന് ഒരു ന്യൂനത സംഭവിക്കുകയില്ല. വലാ തന്തം വലാ തൻഖളി അജായിബഹു, ഖുർആനിനകത്തുള്ള ഉള്ളടക്കങ്ങളും അത്ഭുതങ്ങൾക്കും ഒരു കുറവും വരികയില്ല. ലം തൻതഹിൽ ജിന്നു ഹീന ഇദ് സമിഅതുഹു വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, ജിന്നുകൾക്ക് പോലും അത്ഭുതമുളവാക്കിയ ഗ്രന്ഥമത്രേ. ജിന്നുകൾ പോലും കേട്ടിട്ട് മതിവരാതെ എത്ര കേട്ടിട്ട് നബിതങ്ങൾ ഖുർആൻ പാരായണം നടത്തുമ്പോ വീണ്ടും കേൾക്കണം എന്ന ബോധിയോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരിക ശക്തി എത്രത്തോളം വലുതാ. ഇന്നും നിങ്ങൾ മക്കയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്, ജിന്നുകളുടെ പള്ളി. സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചത് അവിടെ വെച്ചാണ്. പരിശുദ്ധ പ്രവാചകൻ ആ പള്ളിയുടെ